ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് പ്രിയങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു എഗ് പഫ്സ് ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള 3 ഒനിയൻ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഒനിയനെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4-5 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഫ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് പഫ് പേസ്ട്രി ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷീറ്റിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് 2 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുട്ട ഒന്ന് ബ്രഷ് ചെയ്തുകൂടെ കൊടുക്കാം. നമ്മുടെ ഈ ഒരു പഫ്സിന് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ എല്ലാത്തിലും നമുക്കിതുപോലെ കുറച്ച് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയെല്ലാം നന്നായി ബ്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു ടൈം സെറ്റ് ചെയ്താൽ അതിനായിട്ടൊരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് സെറ്റാക്കി വയ്ക്കാം.
ഇപ്പോൾ ഇതാ ടൈം എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ആക്കിയപ്പോൾ നന്നായി തന്നെ നമ്മുടെ പഫ്സ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഫ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.